അപ്പോൾ നമ്മളൊരു ആക്സിഡന്റ് സൈറ്റ് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ മെജോറിറ്റിയും എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് പബ്ലിക്കിൽ. കിട്ടുന്ന വാഹനത്തിൽ എങ്ങനെയെങ്കിലും ഇടിച്ച് കയറ്റുക, അല്ലെങ്കിൽ ഏതാണെങ്കിലും ഇപ്പോൾ ഓട്ടോ ആയിക്കോട്ടെ, ഏതെങ്കിലും വാഹനത്തിൽ എങ്ങനെയും കൊണ്ട് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് എല്ലാം നോക്കുന്നത്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു ഇമ്പാക്റ്റ് ഉണ്ടായാൽ നമ്മൾ എന്തായാലും ഇത്രയും ചതവ് സംഭവിച്ചിരിക്കുക, ഇനി അതിൽ കൂടാതിരിക്കാൻ ആദ്യം ശ്രദ്ധിക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കിടത്തിക്കൊണ്ടുപോകുന്ന വാഹനമാണ് എപ്പോഴും ഇതിനുള്ള ഉത്തമമായിട്ടുള്ളത്. അത് ആംബുലൻസാണ് ഏറ്റവും നല്ലത്. അത് പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് തല തൊട്ട് ഇടുപ്പ് വരെയെങ്കിലും മടങ്ങാത്ത രീതിയിൽ കിടത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. അതും നമ്മൾ വാഹനം ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്ഥലത്ത് വെച്ച് നമ്മൾ കഴിയുന്നതും ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ബ്ലീഡിങ് വൂണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അപ്പോൾ അവിടെ നിന്ന് രക്തം മാറുന്നുകൊണ്ടിരുന്നാൽ ഒരു കംപ്രഷൻ ബാൻഡേജ് കൊടുക്കാം. എന്ന് പറഞ്ഞാൽ ചിലരെന്ന് പറഞ്ഞാൽ വെറുതെ വലിച്ച് ടൈറ്റായി കെട്ടുന്നൊരു ശീലമുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ താഴോട്ട് പോകുന്ന രക്തോട്ടം മൊത്തത്തെ അഫക്റ്റ് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകും. അതൊരിക്കലും വരാൻ പാടില്ല. ഒരു പാഡ് ചെയ്തതിന് ശേഷം ടൈ ചെയ്യുക. കാരണം മറ്റു ഏരിയയിലോട്ട് രക്തം കിട്ടുകയും വേണം, എന്നാൽ ബ്ലീഡിങ് കൊണ്ട് കംപ്രസ്ഡും ആയിരിക്കണം. പിന്നെ ആ ഭാഗം കഴിവതും അനങ്ങാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എടുക്കുക. അത് വേണമെങ്കിൽ നമുക്ക് സ്കെയിലോ തടിക്കഷ്ണമോ അല്ലെങ്കിൽ എന്തെങ്കിലും, ഈവൻ നമ്മളെ ന്യൂസ് പേപ്പർ ആയാലും മതി, കുറച്ച് മടക്കുകളായിട്ട് മടക്കി കുറച്ച് കട്ടിയായി വെച്ച് കട്ടിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആ ഭാഗം അനങ്ങത്തില്ല. അപ്പോൾ അതിൽ ഗുണമെന്ന് പറഞ്ഞാൽ ബ്ലീഡിങ് പ്രിവെൻഷനും ഉണ്ടാകും, അതേപോലെ മറ്റു എല്ലുകൾക്ക് എന്തെങ്കിലും പൊട്ടലെങ്കിൽ അതിനും പ്രൊട്ടക്ഷൻ ഉണ്ടാകും. പിന്നെ നമ്മൾ ഹൃദയത്തെക്കാളും കുറച്ച് ഉയർന്നിരിക്കുന്ന രീതിയിൽ കാലോ കൈയോ ഒടിഞ്ഞ് മുറിവ് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ അവിടെയും ബ്ലീഡിങ് കുറയ്ക്കാം. അപ്പോൾ അത് നമ്മൾ ബ്ലീഡിങ് പോയിന്റ് ശ്രദ്ധിക്കാൻ കൊള്ളാം. അതുപോലെ നമ്മൾ പൊട്ടലുണ്ടെങ്കിൽ നമ്മൾ എസ്പെഷ്യലി ഞാൻ പറഞ്ഞു ഏറ്റവും ഇമ്പാക്റ്റ് നമ്മളൊരു സീറ്റ് ബെൽറ്റ് ഇട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ വാഹനത്തിൽ പോകുന്ന സമയത്ത് ഒരു സഡൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു കഴുത്ത് മുമ്പോട്ടോ പുറകോട്ടോ പെട്ടെന്ന് പോയാൽ തന്നെ നമ്മൾ കഴുത്തിൻ്റെ ഭാഗം പൊട്ടാനും അവിടെ പ്രത്യേകിച്ച് സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉണ്ടാകാം. അങ്ങനെ പല പല വ്യക്തികളിൽ മരണപ്പെട്ടു. നമുക്കിങ്ങനെ പഴയ മ്യൂസിഷ്യൻ ബാലഭാസ്കർ മരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളത്. അപ്പോൾ അതൊരു എക്സാമ്പിളാണ്. അതുപോലെ ദിനം പ്രതി ഇഷ്ടം പോലെ കേസസ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ സൈറ്റിൽ നിന്ന് ആ വ്യക്തി എടുക്കുന്ന സമയത്ത് ഒരു കാണോ വെച്ചാലും നട്ടിൽ അനങ്ങാൻ പാകത്തിൽ വേണം നമ്മൾ ശ്രദ്ധിക്കാൻ. അത് ആദ്യമേ ആ വ്യക്തി വേദന കൊണ്ട് പൊളയുന്നുണ്ടെങ്കിൽ പോലും കഴുത്ത് അനങ്ങാതെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ വളരെ ഗുണമുണ്ടാകും. പിന്നെ നമ്മൾ നട്ടിലൊന്നും അനങ്ങാത്ത രീതിയിൽ നമ്മളതിന് ലോഗ് റോൾ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ തടി ഉരുട്ടുന്നത് പോലെ ഉരുട്ടി ആ വ്യക്തിയെ വേണം സ്ട്രെച്ചറിൽ മാറ്റിയതിന് ശേഷം മാത്രമേ എടുത്തുകൊണ്ട് വരാവൂ. കഴിവതും നമ്മൾ തറയിൽ ഫ്ലാറ്റായിട്ടിനെ കിടത്തുക, എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്ന സാധനം വെച്ച് വേണം ഷിഫ്റ്റ് ചെയ്യാൻ. അല്ലാതെ നമ്മൾ പലപ്പോഴും മീഡിയയിലൊക്കെ കാണുന്നതാണ്, നമ്മൾ പല അപകടം പറ്റിയ എല്ലാവരും കൈയും കാലും പിടിച്ച് വലിച്ചു തൂക്കി എടുത്തുകൊണ്ട് പോകുന്നൊരവസ്ഥ. അപ്പോൾ ഇത് എത്തിക്കുന്നുണ്ടോ ആശുപത്രിയിൽ എല്ലാവരും എത്തിക്കുന്നുണ്ട്, പക്ഷെ അവിടെ ആ വ്യക്തിക്കുണ്ടാകുന്ന മുറിവുകളുടെ കാഠിന്യം കൂട്ടുന്നു എന്നുള്ള കാര്യം മറ്റുള്ളവരാരും അറിയുന്നില്ല.